നെല്ലിക്ക കറി ഉണ്ടാക്കിയാൽ ഇത്രയും രുചിയോ എന്ന് അതിശയിച്ചു പോവും. 1 കപ്പ് വെള്ളം തിളപ്പിച്ച് 5 നെല്ലിക്ക ഈ വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യാം. നന്നായി വെന്ത നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം, തണുക്കട്ടെ. നെല്ലിക്ക കുക്ക് ചെയ്ത വെള്ളം കളയല്ലേ, അതാണ് ഇനി കറിയിൽ ചേർക്കേണ്ടത്. തണുത്ത ശേഷം കുരുമാറ്റിയ നെല്ലിക്കയുടെ കൂടെ 4 പച്ചമുളക് ചേർത്ത് ചതച്ച് മാറ്റി വയ്ക്കാം. നന്നായി അരയേണ്ട, നെല്ലിക്ക കുറച്ച് മുഴുവനെ ഇരുന്നോട്ടെ, അതാണ് രുചി. അതവിടെ ഇരിക്കട്ടെ. ഈ സമയം പ്രഷർ കുക്കറിൽ 1/4 കപ്പ് തോരൻപരിപ്പ്, പാകത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 5 പച്ചമുളക്, പരിപ്പ് വേകാൻ മാത്രം ആവശ്യമായ വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. ഇനി മറ്റൊരു പാത്രത്തിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 കപ്പ് ഉള്ളി, 8 വെളുത്തുള്ളി തൊലിയോടുകൂടെ തന്നെ ചതച്ചതും ഉള്ളി വാടുന്നത് വരെ മാത്രം വഴറ്റാം. എന്നിട്ട് 2 ടൊമാറ്റോ ചേർത്ത് വീണ്ടും ടൊമാറ്റോ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയിട്ട് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും പച്ചമുളകും ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കായ സാമ്പാർ പരിപ്പ് മാഷ് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ നെല്ലിക്ക കുക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അതും ചേർക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളച്ച് തുടങ്ങുമ്പോൾ 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കണം. കൂടെ മല്ലിയിലയും ചേർക്കാം. ഒന്നുകൂടെ തിളയ്ക്കുമ്പോൾ കറി റെഡിയായി. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായി വീണ്ടും 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 3 ഉണക്കമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഈ കറിയിൽ ചേർക്കാം. ഈ കറിക്ക് അസാധ്യ രുചിയാണ്. പിന്നെ വൈറ്റമിൻ സി റിച്ചായ നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയണോ? ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനും ഈ നെല്ലിക്ക പരിപ്പ് കറി നന്നായിരിക്കും.